ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇപ്പോൾ 1 മണിക്കൂർ ഇപ്പോൾ വെറുതെ കത്തിയടിച്ച് കളഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ലില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അനാലിസിസ് ചെയ്യണമല്ലോ. അനാലിസിസ് ചെയ്യണം. ഇപ്പോൾ കൂട്ടായിട്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ തോന്നുന്നു നിങ്ങൾക്ക്? കൂട്ടായിട്ടിരിക്കുമ്പോൾ എന്താണ് ജോസ്, എന്താ തോന്നുന്നു കൂട്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ? മടിയോ കാര്യങ്ങളോ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കില്ല നടക്കുള്ളൂ, അനാലിസിസ് ഒന്നും നടക്കില്ല. ചിലപ്പോൾ മാക്സിമം എഴുതി വെക്കില്ല നടക്കുള്ളൂ, അല്ലേ? മാക്സിമം എഴുതി വെക്കില്ല നടക്കുള്ളൂ, അനാലിസിസ് ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഓ അടുത്തവനും പെട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇല്ലേ? അതൊരു ആശ്വാസം തരും. ഞാൻ മാത്രമല്ല അടുത്തവരും പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവം നമുക്കൊരു ആശ്വാസം തരും. ഞാൻ മാത്രമല്ല അടുത്തവരും പെട്ടിട്ടുണ്ടെന്നുള്ളത്. സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാണ് നിങ്ങളുടെ. ഞാൻ പറയാണ്, നിങ്ങളുടെ സൈക്കോളജി, ട്രേഡിങ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാണ് അതൊക്കെ, ഇതുകൊണ്ടൊക്കെ, ഈ കൂട്ടായിട്ടിരിക്കുന്നതുകൊണ്ട്. അത് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ കൂട്ടായിട്ടിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, ടെൻഷൻ ഫ്രീ ആണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂട്ടായിട്ടിരിക്കുന്നു ഇവിടെ നടത്തുന്ന ക്ലാസ്സിൻ്റെ പറയുന്നത് നിങ്ങൾ പോയിട്ട് ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കുന്നതിൻ്റെ അല്ല കേട്ടോ, ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കുന്നതിൻ്റെ അല്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് മറ്റേ ഈ രണ്ടാമത്തെ ട്രേഡില്ലേ, അതിൽ താഴെ വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ആയി. ഇതോ നമ്മൾ കൂട്ടായിട്ടിരുന്ന എക്സിറ്റ് ആകത്തില്ലായിരുന്നു. ഇല്ല, ഞാനത് വെക്കുന്നതിന് റഫിലാണ് വെച്ചത്. ഞാൻ ടാർഗറ്റ് 50 പോയിന്റ് ടാർഗറ്റ് ഉണ്ടെന്ന് റഫിൽ വെച്ചത്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് പോലും വെച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എക്സിറ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. എനിക്ക് ഇതിവിടെ വന്നു കണ്ടോ, അവിടെ നിന്നുള്ള റിവേഴ്സ് വന്നത് കറക്റ്റ് ടൈമിനാണ് ഇപ്പോൾ റിവേഴ്സ് വന്നത്, അല്ലേ? അതും കൂടി കിട്ടിയാലും നമുക്ക്, എനിക്കറിയാം ഓരോ റിയാക്ഷൻ വരും എന്നുള്ളത്. ഈ ഒരു ഏരിയ ഞാൻ വെക്കാതിരുന്ന ഹയസ്റ്റ് ഏരിയ വെക്കാതെ, സാധാരണ ഹയസ്റ്റ് ഏരിയ വെക്കാറ് ഞാൻ ഇവിടെ വെച്ച് റഫിലാണ് ഒരു 50 പോയിന്റ് റഫിൽ വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി, ഞാൻ തിരിച്ചു എത്തുന്നു ഒരു മണിക്കൂർ, ഒന്നരല്ല 7 സമയത്തൊക്കെയാണ് ഞാൻ എത്തുന്നത് തിരിച്ച് വീട്ടിലെത്തുന്നത്. ഞാൻ പോയി റഫിലി അവിടെ നിന്ന് വന്നു. ഇവിടെ തന്നെ കുറേ ആൾക്കാർ എക്സിറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു മൂവ്മെന്റിൽ 2 ക്യാൻഡിൽ താഴെ വന്നപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടോ? കാരണം നല്ലൊരു റിജക്ഷൻ അല്ല ഇവിടെ വന്നു, ചാടി കയറി ആയിട്ടുണ്ടാവും. അപ്പോൾ റഫിലാണ് ഞാനത് വെച്ചത്. എന്നിട്ടും അത് നമ്മളെ എക്സിറ്റ് അടിച്ചു, അല്ല സോറി TP അടിച്ചു. അതിന് മുകളിലുള്ള ടാർഗറ്റ് ഇത് വെക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇനിയിപ്പോൾ അവിടെ വരുമ്പോൾ റിജക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങി പോരണ്ടെന്ന് വെച്ചിട്ടാണ് വെക്കാതിരുന്നത്. ഇവിടെ വന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്തോ? ഇപ്പുറത്ത് ഇതിലും വെയിറ്റ് ചെയ്തില്ലേ? ഇതിലും കുറേ വെയിറ്റ് ചെയ്തില്ലേ? ഈ ഒരു ഏരിയയിലും ഇവിടെ എത്ര പേര്? ഇപ്പൊ ഷൈൻ ഇവിടെ എക്സിറ്റ് അടിച്ചു, ഇവിടുന്ന് കണ്ടപ്പോഴേ ഷൈൻ എക്സിറ്റ് അടിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ മിണ്ടിയില്ലല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരട്ടെ, താഴത്തേക്ക് വരണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോളിക്കും താഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട് അവിടെ. ഇപ്പോഴും നമുക്ക് കിട്ടണമെങ്കിൽ ലൈനിന്റെ താഴത്തേക്ക് വരണം. ക്ലിയർ ആയിട്ട് അതിന്റെ ലൈനിന്റെ താഴത്തേക്ക് വന്നു. ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് നോക്കിയാൽ ഈ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ? ഈ ക്യാൻഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഇതിന്റെ താഴെ വന്നിട്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇല്ലേ? ഇതിന് താഴെ ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ട്? എന്നോട് ചോദിച്ചു ബിജോയ്, ചോദിച്ചു ബിജോയല്ല, മറ്റേ ജോസൻ തന്നെ ചോദിച്ചു അല്ലേ? ക്ലിയർ ആയിട്ട് അതിന്റെ താഴെ വന്നിട്ട് ക്ലോസ് ആയി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് അതാണ് റഫിൽ വെച്ച് പോയതാണത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അവിടെ വന്നിട്ട് ഇനി ഒരു ഇഷ്യൂ വരണ്ടാന്നുള്ള രീതിയിൽ റഫിൽ വെച്ച് പോയതാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ഫയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇന്ന് ചെറുതായിട്ട് താഴ്ത്തേക്ക് ഇറങ്ങാനുള്ള കാര്യം. പക്ഷെ ഇറങ്ങിയില്ല, അവിടുന്ന് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ, എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യങ്ങൾ. അതൊന്നും ഞാൻ പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾ അതിലേക്കൊന്നും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ആവില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ അനാലിസിസ്, വീക്ക്ലി അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്ത ട്രേഡുകളെ കുറിച്ചുള്ള അനാലിസിസ്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി മുതൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പം എനിക്ക് ഫിഗർ തന്നു, അടുത്ത ആഴ്ച മുതൽ എന്താ ചെയ്യേണ്ടത്? എക്സൽ ലോഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. നമ്മൾ ബുദ്ധിമുട്ടുണ്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ? ഈ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തല്ലോ, അപ്പൊ നമുക്ക് 2 ട്രേഡ് കിട്ടി. 2 ട്രേഡിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതി വെക്കുക. ഇവിടെ എഴുതി വെക്കുക, എൻട്രി എന്തുകൊണ്ട്, എക്സിറ്റ് എന്തുകൊണ്ട്, പിന്നെന്താ റിസ്ക് റിവാർഡ് എത്ര, പറ്റുമോ? ഇരട്ടി പണിയാണ് തരുന്നത് വിചാരിച്ച് നിങ്ങൾ ഇരിക്കും അല്ലേ? ഇപ്പൊക്കെ റിസ്ക് റിവാർഡ് എത്ര, മണി മാനേജ്മെന്റിൽ പൊസിഷൻ എത്രയായിരുന്നു, പറ്റുമോ? ഇതന്നെ ഞാൻ എങ്ങനെയൊക്കെ മറ്റേ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് ഇതന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഇരട്ടി പണി തരുന്നത്.
ആർക്കെങ്കിലും പറ്റുമോ? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്താ ചെയ്യുക? വീക്കിലി നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ എഴുതി വെക്കും. ഇവിടെ ഇങ്ങനെ ട്രേഡ് 1 എന്താണ് ട്രേഡ് 1ന്റെ കാര്യങ്ങൾ, ഏത് മറ്റേ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുന്നില്ല, ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി ചെയ്തത്, എക്സിറ്റ് ചെയ്തോ, നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു, എന്ത് തോന്നി എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോ, നമ്മളെല്ലാവരും മലയാളികളല്ലേ, എഴുതുകൊണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല. ബുദ്ധിമുട്ടുണ്ട് അല്ലേ അത് ഈ പരിപാടി ചെയ്യാൻ? ഇല്ലേ? ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊന്ന് പറഞ്ഞേ. ബുദ്ധിമുട്ടില്ല. രാഹുൽ ചെയ്യും. ബാക്ക് ടെക്സ്റ്റ് ചെയ്യണ സമയത്ത് ചെയ്യണ അതേപോലെ തന്നെയല്ലേ ചെയ്യണ്ടേ? സ്ക്രീൻഷോട്ട് എടുക്കണ്ട സെയിം എഴുതുന്ന കാര്യം തന്നെ. സ്ക്രീൻഷോട്ട് എടുക്കുക, ഇവിടെ എഴുതി വെക്കുക, നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇത് എടുത്തിട്ട് നിങ്ങളൊരു എക്സൽ അല്ലെ വേർഡിൽ കൊണ്ടുവന്നിട്ട് പാസ്റ്റ് ചെയ്യുക. പാസ്റ്റ് ചെയ്തിട്ട് മുകളിൽ എഴുതി വെക്കുക ഇന്ന ദിവസത്തെ ട്രേഡുകൾ പാസ്റ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വീക്കിലി ആകുമ്പോൾ അത് PDF കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഏറ്റവും താഴെ എന്താ ചെയ്യുക? ഈ ഒരു ടേബിളിൽ നിങ്ങൾ എക്സലിൽ ഒരു ടേബിളിൽ പാസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട്, വേർഡിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിഗർ മാത്രം എഴുതുക. അല്ലെങ്കിൽ ഏറ്റവും മുകളിലും ചെയ്യാം, പ്രശ്നമുള്ള സംഭവം. ഏറ്റവും മുകളിൽ വേണം. മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണും, പിന്നെ മനസ്സിലാവും. എന്നിട്ട് അതിന് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കും. നിങ്ങൾ ട്രേഡർ ആയിട്ടോ ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ പ്രോ ട്രേഡറിൻ്റെ ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന ട്രേഡ് 80, 60, 70, 90 ഇല്ല, അപ്പോൾ കുറഞ്ഞു. കൂടിപ്പോയാൽ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ ഇവിടുത്തെ അല്ലാത്ത കൂടിപ്പോയ ഒരു 10 ട്രേഡ് എടുക്കണമെന്ന് വിചാരിച്ചോ, ആ 10 ട്രേഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എഴുതാനാണ് ബുദ്ധിമുട്ട് ആണോ? ഒരു 10 ട്രേഡ് എടുക്കാനാണോ? സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഒരു ക്യാമറയുടെ പിക്ചർ ഉണ്ട്. ഈ ക്യാമറയുടെ പിക്ചറിൽ പോയാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കിട്ടി. ഡൗൺലോഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് കിട്ടി. സ്ക്രീൻഷോട്ട് കിട്ടി. സ്ക്രീൻഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്തോ, അതൊക്കെ ഇതിൽ കിട്ടും. അവിടെ പോയിട്ട് ഇത് മാത്രമേ ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അല്ലെങ്കിൽ അവിടുന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നീട് ഒരിക്കൽ നിങ്ങൾക്കത് നോക്കുന്ന സമയത്ത് വർത്ത്ഫുൾ ആവണം. അത് എനിക്കല്ല, നിങ്ങൾ കരുതുക നിങ്ങൾക്ക് വർത്ത്ഫുൾ ആവണം. പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, ഇതൊരു ബുദ്ധിമുട്ടാണ്, ഒന്നും പറയാത്ത ആളുകളുണ്ടോ ഇവിടെ? തോന്നുന്നുണ്ടോ? പുതിയ ആളുകളോട് ചോദിക്കട്ടെ. ഷൈൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഷൈൻ ബുദ്ധിമുട്ടില്ല. സൽമാൻ ബുദ്ധിമുട്ടുണ്ടോ? സൽമാൻ മിണ്ടണില്ലേ കുറച്ചു നേരേ? സാബിത്തോടെ എടുക്കട്ടെ. സൽമാൻ പറയും. ബുദ്ധിമുട്ടില്ല. ഞാനൊരു ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിസൾട്ട് കാണും. ആ സുഹൃത്തിന്റെ കൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. റിസൾട്ട് കാണും. ട്രേഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. റിസൾട്ട് കാണും. കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ട്രേഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രശാന്ത് ബുദ്ധിമുട്ടുണ്ടോ? പ്രശാന്ത് ചന്ദ്രൻ ബുദ്ധിമുട്ടുണ്ടോ? രണ്ട് പ്രശാന്ത് ചന്ദ്രനോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ജെഫിൻ ജോസ് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയണതിൽ ക്ലിയർ ആവില്ല. ജെഫിൻ സംസാരിക്കണ്ട. അസ്മൽ പറയൂ. ഇല്ല, ബുദ്ധിമുട്ടില്ല. അസ്മൽ ഹലോ, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറയിപ്പിക്കുന്ന പോലെയാണ്. ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന ദിവസം തന്നെ പണിയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? ബുദ്ധിമുട്ടിയാണ് പറയുന്നത്, ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. വന്ന ദിവസം തന്നെ പണി കിട്ടണത്. ഇത് ഏത് ലോകത്തേക്ക് ഞാൻ കയറി വന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോയതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? പ്രോഫിറ്റിൽ റൺ ചെയ്യണ്ടേ? നോയ്സ് ഉണ്ട് അസ്മൽ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പോയതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ? പ്രോഫിറ്റ് റൺ ചെയ്യണ്ടേ? ചെയ്യാ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രോ ട്രേഡേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. ഇപ്പോഴേ നിങ്ങളത് ട്രേഡ് ചെയ്ത് തുടങ്ങിയാൽ
നിങ്ങൾക്ക് ആ സമയത്തുമ്പോൾ വളരെ ഈസി ആയിരിക്കും, വളരെ ഈസി ആയിരിക്കും. ഇപ്പോഴേ ട്രൈ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ സമയത്തുമ്പോൾ വളരെ ഈസി ആയിരിക്കും. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾക്ക് നെക്സ്റ്റ് വീക്കിൽ ചെയ്യേണ്ട പരിപാടികൾ? എന്തായാലും വീക്കിലി അനാലിസിസ് കഴിയല്ലേ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്? ഇതിപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യേണ്ട? ആദ്യത്തെ തന്നെ ഞാൻ എഴുതിയതാവും. ആദ്യത്തെ പറയും, നിങ്ങൾ പറയും. പോയിന്റ് 1, നെക്സ്റ്റ് വീക്ക് ഡെയിലി എടുക്കുന്ന ട്രേഡ് നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീക്ക് അജണ്ട. ഓക്കെ, നമ്മുടെ അജണ്ടകൾ എന്തോ പറയട്ടോ, നമുക്ക് ട്രേഡ് അടക്കം പറയാം. ഹാരിസ് ഭായ്, നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ദിവസം ഒരാൾക്ക് ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള ആ റിസ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തൂടെ? അത് ഞാൻ പറയാം. അത് നെക്സ്റ്റ് വീക്ക് അജണ്ടയ്ക്ക് മുന്നേ നമുക്ക് ഇത് പറയാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു സ്ട്രാറ്റജി പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അല്ല, ഇത് ഞാൻ നെക്സ്റ്റ് വീക്ക് അജണ്ടയിൽ പറഞ്ഞോളാം. ഓക്കെ, പറയും. നെക്സ്റ്റ് വീക്ക് അജണ്ടകൾ എന്താണ്? പറയും. മണി മാനേജ്മെന്റ് അല്ല, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് വീക്ക് അജണ്ട, ഡെയിലി എടുക്കുന്ന ട്രേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എൻട്രി ചെയ്ത് വെക്കുക. എൻട്രി ഡീറ്റെയിൽസ് ഫസ്റ്റ് എന്താ നമ്മൾ നെക്സ്റ്റ് വീക്ക് അജണ്ട എന്താണ്? ട്രേഡ് നമ്പേഴ്സ് എന്ത് വയ്ക്കും? നോട്ട് ചെയ്യാം. ഓക്കെ, 2 നോട്ട് ചെയ്യലും മാത്രമല്ല കേട്ടോ, എന്താണ് എണ്ണം കുറയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എടുക്കുന്ന ട്രേഡിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവസാനിപ്പിക്കാം. ട്രേഡ് നമ്പേഴ്സ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. സ്റ്റിക്ക് ഓൺ റിസ്ക് റിവാർഡ്. ട്രേഡിംഗ് സ്റ്റൈൽ എന്തൊക്കെ വരും? നമ്മൾ എന്തൊക്കെയാണ്? റിസ്ക് റിവാർഡ് വരും. പിന്നെന്താ? മണി മാനേജ്മെന്റ് വരും. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. മണി മാനേജ്മെന്റ് വരും. പിന്നെന്താ? പറയൂ. പിന്നെന്താ? പൊസിഷൻ സൈസിങ്. അതൊക്കെ പൊസിഷൻ സൈസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ മണി മാനേജ്മെന്റ് വരും, പൊസിഷൻ സൈസ് ആണ് എടുക്കുന്നത്. പിന്നെന്താ? സ്ട്രാറ്റജി നമ്മളിവിടെ പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇല്ലേ? അല്ലേ? ഞാൻ സ്ട്രാറ്റജി എന്ന് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ അതിന്റെ ഇടയിൽ പറഞ്ഞു. സ്ക്രീനിലായത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവരും മിണ്ടാണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്, അല്ലേ? ഇവിടെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മിണ്ടാണ്ടിരിക്കാന്നാണ്. 4 നമുക്ക് വേണ്ട ഒരു സംഭവം മണി മാനേജ്മെന്റ് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറയാം. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ്.
എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുക? മണി മാനേജ്മെന്റിന്റെ ഉള്ളിലാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് അല്ലേ? സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് എങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ഞാൻ പറഞ്ഞതെന്നുള്ളത്? ഞാനിപ്പോൾ ഇന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് അണ്ടി ചെയ്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? അപ്പോൾ ഹണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങളത് എന്ത് ചെയ്യണം? നിങ്ങളാൽ ഫിക്സ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങളാൽ ഫിക്സ് ചെയ്യണം. എൻ്റെ ഒരു സ്റ്റൈലൊക്കെ പ്രകാരം ഒരു 15 പിപ്സ് എങ്കിലും വെക്കണം. പക്ഷേ അതെന്താ, അത് വലിയ എന്താണ്, വലിയ സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ? വലിയ സ്റ്റോപ്പ് ലോസ് ആണ് അല്ലേ? എന്നല്ല, വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. നിങ്ങളിരിക്കുന്ന പൈസ കൊണ്ട് അത് നിങ്ങൾക്ക് താങ്ങുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ എന്നെ ഇൻഫോം ചെയ്യണം. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാവുന്നുണ്ടോ? ആരൊന്നും പറയുന്നില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് പറയാമോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ രീതിയിൽ പറഞ്ഞു, ഒരു 1 ലോട്ട് എടുക്കുന്നു, അതിന്റെ എത്ര ആ ഒരു 1 ലോട്ടിൽ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ എത്ര വരെ ടിപ്സ് വരെ പോവാം എന്നുള്ളത് നിങ്ങളെ കയ്യിലിരിക്കുന്ന എമൗണ്ട് ആണ് ഡിസൈഡ് ചെയ്യാം. അറിയാലോ, അത് സെല്ലിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെല്ലി ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ലൈവ് ട്രേഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഞാനത് ഇന്നും ട്രേഡിൽ കയറിയിട്ടുണ്ടായില്ലല്ലോ, ഇന്നും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെല്ലിക്ക് അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ സ്റ്റോപ്പ് ലോസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ സാറ്റർഡേക്ക് ഇതിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മണ്ടേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അത് മണി മാനേജ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഞാനത് വെച്ച് തരാം. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടി എടുക്കാം. സ്റ്റോപ്പ് ലോസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ കേട്ടോ സെല്ലി? അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് അറിയാം. എന്ന് വെച്ചാൽ പുതിയ ഗ്രൂപ്പിൽ, 4ാമത്തെ ഗ്രൂപ്പിലല്ലാത്ത ആളുകൾക്കൊക്കെ അറിയാം അത് സ്റ്റോപ്പ് ലോസ് എന്താണ്, സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനല്ല, നിങ്ങളാണ്. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക സമയം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കും. നമുക്ക് തന്നെ അറിയാലോ, ജോസൻ അറിയാം, നമ്മുടെ ഉള്ള പലർക്കും അറിയാം ഇല്ലേ? അറിയില്ലേ? പെട്ടെന്ന് പറയാം. അറിയാം. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അറിയുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റ പിപ്പിനൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് താഴോട്ടേക്ക് കൊണ്ടുവരും. ഇന്നും അത് തന്നെ സംഭവിച്ചത്. സ്റ്റോപ്പ് ലോസ് അടിച്ച് അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരോ അതിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ ഒരു പിപ്പിനൊക്കെ മുകളിലേക്ക് 1-2 പിപ്പൊക്കെ മുകളിലേക്ക് കയറിയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു പിപ്പ് കവർ ചെയ്യാൻ ഞാൻ പറഞ്ഞു ജോസിനോട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് എന്താണ്, സിങ് ഹൈയിലേക്ക് വെക്കണം, അല്ലെങ്കിൽ സിങ് ലോയിലേക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം, വേണ്ടി വരും അല്ലേ? ആ ഒരു എമൗണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞൊരു മിനിമം എമൗണ്ട്. ചില സിംഗിൾ നമുക്ക് ചെറിയ സിംഗ് കിട്ടും, അതാണെങ്കിൽ ഫൈൻ. അല്ലെങ്കിൽ മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത് 15 പിപ്സ് ഒക്കെയാണ്. 15 പിപ്സ് ഒക്കെയാണ് സിംഗ് ഹൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു 15 പിപ്സ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരോടും കൂടി അതെനിക്ക് മൺഡേ പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് മൺഡേ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് 15 പിപ്സ് താങ്ങാൻ പറ്റുമോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് 15 പിപ്സ് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾ ഓരോ വരട്ടെ, സജഷൻസ് വരട്ടെ. പറയൂ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പറയും. എടുക്കുന്ന ട്രേഡെല്ലാം എന്താ, സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസ് എടുക്കുക. ഓൾ ട്രേഡ്സ് must be recorded. റെക്കോർഡ് എങ്ങനെ ചെയ്യണം? സ്ക്രീൻഷോട്ട് പിന്നെന്താ റീസൺ സ്ക്രീൻഷോട്ടിലെല്ലാം വരുന്നുണ്ടല്ലോ. സ്ക്രീൻഷോട്ടിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻഷോട്ട് വിത്ത് ട്രേഡിംഗ് എന്താ? സ്ക്രീൻഷോട്ട് വിത്ത് ട്രേഡിംഗ് എന്താണ്? നോട്ട് ഐഡിയാസ്. ട്രേഡിംഗ് ജേണൽ അല്ലേ? ജേണലിൽ പെടുന്നതാണ് സ്ക്രീൻഷോട്ട്.
സ്ക്രീൻഷോട്ട് വിത്ത് ട്രേഡിംഗ് ചാനൽ. ട്രേഡിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എഴുതി വെക്കുന്നത്. രണ്ടാമത് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതൊക്കെ അതിൽ പെടുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി PNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ. പിന്നെന്താ അതിലെന്താ വരിക? റെക്കോർഡിങ്ങിൽ പിന്നെന്താ വരേണ്ടത്? ഓക്കെ, നമുക്കിത് അവസാനം ഇത് ഇവിടെ വെച്ച് ചെയ്യാം. ഇതിലാകുമ്പോൾ ഏകദേശം ആയല്ലോ. ട്രേഡിംഗ് ചാനലും ടോട്ടൽ PNL ആയി അല്ലേ? എന്താ ടാർഗറ്റ് ആൻഡ് SL ഒക്കെ ഇതിൽ വരും. ഏതിലാ? നമ്മുടെ ടോട്ടൽ PNL വരും. ടാർഗറ്റ് ആൻഡ് SL അല്ല നമുക്ക് അതിൽ റെക്കോർഡ് വിത്ത് ട്രേഡിംഗ് ചാനൽ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വരും. നമുക്ക് എൻട്രി പോയിന്റ് വരും, എക്സിറ്റ് വരും, എക്സിറ്റ് പോയിന്റ് വരും. അത് ടാർഗറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ വരും. പിന്നെ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് തന്നെ അറിയാലോ, റിസ്ക് റിവാർഡ് അതിൽ വരും. ഇതൊക്കെ വരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിൽ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു ടേബിളിൽ ഡെയിലി എടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽ വെച്ചൊരു ടേബിൾ ഉണ്ടാക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന ട്രേഡ് എന്നല്ല, ഇപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ ഡെയിലി എടുത്ത ട്രേഡിൻ്റെ വെച്ചിട്ട് വീക്ക്ലി ടോട്ടൽ ചെയ്യാം. അതൊരു ഫോർമാറ്റിലേക്ക് മാറ്റുക. ഫോർമാറ്റിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി എന്താണ് അഞ്ചാമത്തെ കാര്യം? എന്താണ്? ഒരു കാര്യത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് പറയേ. അതെപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇത് വീക്കിലിക്കുള്ളതാണത്. ഡെയിലി നിങ്ങൾ ചെയ്ത് വീക്കിലി സബ്മിറ്റ് ചെയ്യുക. വീക്കിലി നമ്മൾ ഇതുപോലെ സബ്മിറ്റ് അല്ല, നമ്മൾ ഇതുപോലെ ഇരുന്ന് അനാലിസിസ് ചെയ്യും നമ്മൾ. അഞ്ചാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞേ. നിങ്ങളും വരട്ടെ ഒരു അഞ്ചാമത്തെ പോയിന്റ്. ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളിൽ നിന്ന് ഒരാൾ വരട്ടെ. എന്താണ് അഞ്ചാമത്തെ പോയിന്റ്? ടോട്ടൽ വിൻ റേറ്റ് ഇംപ്രൂവ്. അത് ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ പോയിന്റ് അല്ല, നമുക്കത് ഇതിൽ കിടക്കാം. ഇപ്പോൾ ഓൾ ട്രേഡ് മസ്റ്റ് ബി ഓക്കെ. ടോട്ടൽ വിൻ റേറ്റ് ഓക്കെ കിടന്നോട്ടെ. ഇംപ്രൂവ് വിൻ റേറ്റ്സ് അല്ലേ? ട്രേഡ് നമ്പേഴ്സ് വിൽ ബി നോട്ടഡ് ആൻഡ് റെഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ട്രേഡ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലേ? റെഡ്യൂസ് ചെയ്യണം. നിങ്ങളെല്ലാവരും പറഞ്ഞു സ്റ്റിക്ക് ഓൺ ട്രേഡിംഗ് സ്റ്റൈൽ. നമ്മൾ ഇന്നലെയും ഒക്കെ പറ്റിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലെന്തൊക്കെയുണ്ട്? റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി എന്ന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ സ്ട്രാറ്റജി എന്ന് പറയണ്ട. നമ്മൾ അതിനെല്ലാം കൂടി പറയുന്നത് എന്താണ്? ട്രേഡിംഗ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ഇതാണ് നമ്മുടെ സ്റ്റൈൽ, ട്രേഡിംഗ് സ്റ്റൈൽ. ആ ട്രേഡിംഗ് സ്റ്റൈലിൽ പെട്ടതാണ് റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വെക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റോപ്പ് ലോസ് അത് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇത്ര രൂപ ഒരു ട്രേഡിങ്ങിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. അത് എന്തിൻ്റെ ഭാഗമാണ്? മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണത്. ഇംപ്രൂവ് വിൻ റേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ട്രേഡിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. വിൻ റേറ്റ്സ് ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? വിൻ റേറ്റ്സ് കൂടും. ലാസ്റ്റ് എന്താണ്? നമ്മൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ഓൾ ട്രേഡേഴ്സ്, നമ്മുടെ ട്രേഡിങ്ങിലുള്ള എല്ലാ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രേഡാണല്ലോ. ഓൾ ട്രേഡ്സ് മസ്റ്റ് ബി റെക്കോർഡഡ്. സ്ക്രീൻഷോട്ട് വിത്ത് ട്രേഡിംഗ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് ചാനലിൽ സ്ക്രീൻഷോട്ട് പെടും. അതിൻ്റെ ടോട്ടൽ PNL. ലാസ്റ്റ് വേണമെങ്കിൽ 6 റെഡി ഫോർ വീക്ക്ലി അനാലിസിസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ വേണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വീക്ക്ലി അനാലിസിസ് ഒന്നും ചെയ്യില്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്ന സമയം ഒട്ടും വർത്ത്ഫുൾ അല്ല എന്നുള്ള രീതിയിൽ, ബോറടിക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഒരാളും എന്താ
അല്ല എല്ലാ വീക്കിലും നമുക്ക് അനാലിസിസ് ചെയ്യാന്ന് പറയാം, ഒരു കുഴപ്പമില്ല പറയാം. ഇതൂടെ ഈ 5 പോയിന്റ് ചെയ്യാം. ഈ 5 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നും? ഐ മീൻ 5 പോയിന്റ് കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും റിസൾട്ട് എന്ന് തോന്നുന്നത്? അതും കൂടി പറഞ്ഞോ. അപ്പോൾ അജണ്ട നമ്മൾ വെച്ചു. അപ്പോൾ അജണ്ട വെച്ച സമയത്ത് നമുക്ക് ഒരു ഭാവിയും കൂടി പ്രവചിക്കാം നമുക്ക്. എന്തായിരിക്കും റിസൾട്ട് ഈ 5 പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ? കണ്ടിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിന്നിംഗ് റേറ്റ് കൂട്ടാൻ പറ്റും. പോസിറ്റീവ് ആയിരിക്കും. ഞാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റും പെട്ടെന്ന്. ഓക്കെ, ഞാൻ അതിന്റെ റിസൾട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാമല്ലോ, നമ്മൾ പ്രവചിച്ച പോലെ തന്നെ നടക്കുമെന്ന് നോക്കാമല്ലോ നമുക്ക്. എന്തായിരിക്കും നമ്മുടെ ട്രേഡിംഗ്? എന്തായിരിക്കും? ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. എന്ത് പോസിറ്റീവ് ആയിരിക്കും? ട്രേഡിംഗ് റിസൾട്ട് എന്തായിരിക്കും പോസിറ്റീവ്? ട്രേഡിംഗ് റിസൾട്ട് പോട്ടെ, അതൊക്കെ അവസാനം നോക്കിയാൽ മതി. എന്തായിരിക്കും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ പ്രഡിക്ഷൻ ഫോർ നെക്സ്റ്റ് വീക്ക്. നമുക്ക് പ്രഡിക്ഷൻ കൂടി കിടക്കട്ടെ ഫോർ നെക്സ്റ്റ് വീക്ക്. നമുക്ക് അങ്ങനെ അജണ്ടേനെ മാത്രം വിട്ടാൽ പോരല്ലോ, നമുക്ക് പ്രഡിക്ഷൻ കൂടി നടക്കുമെന്ന് നോക്കണമല്ലോ. നമ്മൾ എന്തായാലും ട്രേഡേഴ്സ് അല്ലേ, നോക്കണമല്ലോ. എന്താണ് പറഞ്ഞേ? എന്താണ് ആദ്യത്തെ കാര്യം? എന്താണ് പറഞ്ഞേ? എന്തായിരിക്കും പ്രഡിക്ഷൻ? ട്രേഡ് നമ്പേഴ്സ് വിൽ ബി നോട്ടഡ് ആൻഡ് റെഡ്യൂസ്ഡ്. എന്താ സംഭവിക്കുക അവിടെ? എന്താ സംഭവിക്കുക? ഡിസിപ്ലിൻ വരും. എന്തായിരിക്കും? ഡിസിപ്ലിൻ. ഓക്കെ, അത് ടോട്ടലി വരും. ഓക്കെ, നമുക്ക് അവസാനം ഇതാ ടോട്ടൽ ഡിസിപ്ലിൻ. ഓക്കെ, ടോട്ടൽ ഡിസിപ്ലിൻ. 2 എന്താണ്? വിൻ റേറ്റ് കൂടും. വിൻ റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വിൻ റേറ്റ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് മണി ലോസ് കൺട്രോൾ ആവും. അത് തന്നെയാണ് വിൻ റേറ്റ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. മണി ലോസ് കൺട്രോൾ ആവുമെന്ന് പറയുമ്പോൾ മണി മാനേജ്മെന്റ് മണി മാനേജ്മെന്റ്. ഓക്കെ, ക്ലാരിറ്റി ഓൺ മണി മാനേജ്മെന്റ്. ക്ലാരിറ്റി നമുക്ക് ഇത് കൊടുക്കാം. ക്ലാരിറ്റി ഓൺ മണി മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് വീണ്ടും സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട്. മാനേജ്മെന്റ്. ഓക്കെ, 4 എന്തായിരിക്കും? മിസ്റ്റേക്ക് റിപ്പീറ്റേഷൻ ഒഴിവാകും. മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യണത് ഒഴിവാകും നമ്മൾ എഴുതി സൂക്ഷിച്ചാല്. റെഡ്യൂസ് മിസ്റ്റേക്സ്. ഓക്കെ, നമ്മൾ അത് ഓൾറെഡി ഇതിലൊക്കെ പെടുന്നുണ്ട് കേട്ടോ, മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. റെഡ്യൂസ് മിസ്റ്റേക്സ്. ഓക്കെ, 5 കോൺഫിഡൻസ് കൂടും. എന്താണ്? കോൺഫിഡൻസ് കൂടും. ഡിസിപ്ലിനും ഒക്കെ കോൺഫിഡൻസ്. ഓക്കെ, ഞാൻ എഴുതിയിടുന്നുണ്ട്. അതും ഓൾറെഡി കോൺഫിഡൻസ് ലെവൽ. ഓക്കെ, കോൺഫിഡൻസ് ലെവൽ എഴുതിയിട്ടുണ്ട്. 6 ശരിയാണോ? ശരിയാണോ? എന്താണത്? നെക്സ്റ്റ് ലെവലോ ആണോ? അതെ. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീക്ക് അജണ്ട കഴിയുമ്പോൾ, അജണ്ട നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ചെയ്താലുള്ള നമ്മുടെ പ്രഡിക്ഷനാണ് ഈ പറഞ്ഞ 6 പോയിന്റ്. 6 പോയിന്റ് നമ്മൾ അടുത്ത ആഴ്ച വന്ന് ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്കറിയാലോ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളത് ആര് പറയും? ആരാ പറയാ? നമ്മളെല്ലാവരും പറയും. ടോട്ടൽ ഡിസിപ്ലിൻ 100% എന്നൊന്നും പറയരുത് കേട്ടോ. ടോട്ടൽ വിൻ റേറ്റ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമുക്ക് ട്രേഡിംഗ് ചാനൽ നോക്കി കഴിഞ്ഞാൽ വിൻ റേറ്റ് ഇംപ്രൂവ്മെന്റ് കിട്ടും. ടോട്ടൽ ഡിസിപ്ലിൻ ഇതെല്ലാം ചെയ്ത ഓൾറെഡി ടോട്ടൽ ഡിസിപ്ലിൻ ആയി നിങ്ങൾ. ക്ലാരിറ്റി ഓൺ മണി മാനേജ്മെന്റ് എങ്ങനെ കിട്ടുക? നമുക്ക് സ്റ്റിക്ക് ഓൺ ട്രേഡിംഗ് സ്റ്റൈലിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഓൺ മണി മാനേജ്മെന്റ് കിട്ടും. റിസ്ക് റിവാർഡിന്റെ മുകളിൽ കിട്ടും. ആരും റിസ്ക് റിവാർഡും കാര്യങ്ങളൊന്നും പറഞ്ഞു, പക്ഷെ നമുക്ക് ഒറ്റ ഇതിലങ്ങനെ പറയാം. ക്ലാരിറ്റി ഓൺ മണി മാനേജ്മെന്റ്. റെഡ്യൂസ് മിസ്റ്റേക്ക് ഓൾറെഡി സംഭവിക്കില്ലേ? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ആവും നിങ്ങളുടെ മിസ്റ്റേക്ക്. കോൺഫിഡൻസ് ലെവൽ എന്തായാലും ഇമ്പ്രൂവ് ആവില്ലേ? കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവില്ലേ? മൂവ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രേഡിംഗ് സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പതിയെ ഒരു ലെവൽ, അടുത്ത ലെവൽ, ട്രേഡിംഗ് സ്കില്ലിൻ്റെ അടുത്ത ലെവലിലേക്ക് നീങ്ങും അല്ലേ?
Yes. ഇന്നത്തെ ക്ലാസ് വർക്ക്ഫുൾ ആയിരുന്നു അല്ലയോ? നല്ല വർക്കുള്ള ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു അജണ്ടയും കൂടിയും പറയാം. ഇനിയിപ്പോൾ എനിക്കൊരു പേഴ്സണൽ അജണ്ട വേണമല്ലോ. എൻ്റെ പേഴ്സണൽ അജണ്ട ഞാൻ മുകളിൽ കൊടുക്കുകയാണ്. എന്തായിരിക്കും? ഇൻ റൈറ്റ്സ് must be 50% or more. എൻ്റെ പേഴ്സണൽ അജണ്ടയാണ് കേട്ടോ, എൻ്റെയാണ്. ഞാൻ നിങ്ങൾക്ക് ഇൻ റൈറ്റ് മസ്റ്റ് ബി 50% or more. ഒറ്റ അജണ്ടയുള്ളൂ എനിക്ക്. പ്രഡിക്ഷൻ എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ 50% മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ട്രേഡേഴ്സ് വിൽ ബി ഇൻ ആക്റ്റീവ് അല്ല, പ്രോഫിറ്റ്. ഓൾ ട്രേഡേഴ്സ് വിൽ ബി ഇൻ പ്രോഫിറ്റ്. എൻ്റെ പ്രഡിക്ഷനാണ്, എൻ്റെ അജണ്ടയാണ്. എൻ്റെ അജണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ പ്രഡിക്ഷൻ ഇവിടെയാണ്. ഓക്കെ, വീക്ക്ലി അനാലിസിസ് അതും ചെയ്യണമല്ലോ. നിങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ, എൻ്റെ കൂടി ചെയ്യണ്ടേ? വേണ്ടേ? ഈ ഒരു കാര്യം നിങ്ങൾ അനുസരിച്ചാൽ മാത്രമേ എൻ്റെ പേഴ്സണൽ അജണ്ട എന്താവുള്ളൂ, പേഴ്സണൽ അജണ്ട സക്സസ് ആവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഈ കാര്യം മുഴുവൻ നിങ്ങൾ ചെയ്താൽ മാത്രമേ എൻ്റെ പേഴ്സണൽ അജണ്ട സക്സസ് ആവുള്ളൂ. പ്രഡിക്ഷൻ ഫോർ നെക്സ്റ്റ് വീക്ക് ഇത് മുഴുവൻ നടന്നാലേ എന്തുണ്ടാവുള്ളൂ? ഓൾ ട്രേഡേഴ്സ് വിൽ ബി ഇൻ പ്രോഫിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അജണ്ട. അജണ്ട, ലക്ഷ്യം. അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലക്ഷ്യം, നമ്മുടെ എല്ലാവരുടെയും എയിമാണ്. ടാർഗറ്റ് ഈ പറഞ്ഞ പോയിന്റ്സുകൾ നമ്മളുടെ എല്ലാവരും, നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയാണ്. ഓക്കെ.